found me alone. I'm coming up. We'll have a ball. I'm sweet like a buttercup. കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും സി എമ്മിനോട് വെറുപ്പ്. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചർച്ചകൾ മുഴുവനും നമ്മുടെ അൻവർ ഭായിയെക്കുറിച്ച് മാത്രമാണ്. നിലമ്പൂർ MLA PV അൻവർ. അപ്പോൾ അൻവറിനോട് പറയുന്നത്, അൻവർ നിങ്ങൾ നേരെ മുന്നോട്ട് തന്നെ പോവുക. അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത വ്യക്തികളാണ് ഞങ്ങളെല്ലാം, ഞങ്ങളെ കൂടെയുള്ളവരും. അപ്പോൾ ഞാൻ ഒരുപാട് പേരുമായി അന്വേഷിച്ചപ്പോഴത്തേക്ക് അൻവറിൻ്റെ കൂടെയാണ് മുഴുവൻ ആൾക്കാരും എന്നാണ് എനിക്ക് പറയാൻ തന്നെ കഴിയുന്നത്. ഏതാനും ചില ചെറു വ്യക്തികൾ മാത്രമേ ഉള്ളൂ മാറി നിൽക്കുന്നത്. അതെങ്ങനെയുള്ളത്? അത് ഈ അടിമത്തപ്പണി ചെയ്യുന്ന ആൾക്കാർ മാത്രം. എന്ന് പറഞ്ഞാൽ ചില ദുഷ്ട മനസ്സുകൊണ്ട് നടക്കുന്നവർ മാത്രം. അത് ഈ CPM-നോട് ഏറ്റവും കൂടുതൽ കടുത്ത രീതിയിൽ നിൽക്കുന്നവർ മാത്രം. അപ്പോൾ അവർ മാത്രമാണ് കൂടെ നിൽക്കുന്നത്. ഇന്നലെ നിലമ്പൂരിലെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലെത്തിയ ജനക്കൂട്ടം PV അൻവറിനുള്ള പിന്തുണയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നതായിരുന്നു. ഇന്ന് കോഴിക്കോട് മാമി കേസ് സംബന്ധിച്ച പൊതുയോഗത്തിൽ പങ്കെടുക്കുന്ന PV അൻവർ തുടർന്നുള്ള ദിവസങ്ങളിൽ മലപ്പുറത്തെ വിവിധ സ്ഥലങ്ങളിൽ സംസാരിക്കും. CPM-നെ വെല്ലുവിളിച്ചാണ് അൻവറിന്റെ നീക്കങ്ങൾ. ഇന്ന് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് തീരുമാനിച്ചാൽ 25 പഞ്ചായത്ത് LDF ആയിരുന്നു പോകും. നിലമ്പൂർ മാത്രമല്ല. ഇനി അത് പാർട്ടി അങ്ങനെ ഒരു വെല്ലുവിളിക്ക് വരികയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറാണ്. അതേസമയം അൻവർ പ്രതിഭാസം താൽക്കാലികമാണെന്ന വിലയിരുത്തലാണ് CPM. ചെറിയൊരു നിസ്സാര ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് അൻവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. ADGP അജിത് കുമാർ RSSകാരെ കണ്ടെന്നും, അതുപോലെ തൃശ്ശൂരിലെ അവിടുത്തെ പൂരം അട്ടിമറിക്കാനുള്ള കരുതൽ നടത്തിയെന്നും, അതുപോലെ സുരേഷ് ഗോപിക്ക് അവിടെ തൃശ്ശൂർ പൂരം അടിച്ച് കലക്കിയതിന് ശേഷം അവിടെ വിജയിക്കാൻ സാധിക്കാനുള്ള ഒരു ഇതെല്ലാം വ്യക്തമായി തന്നെ അൻവർ മുഖ്യമന്ത്രിയോടൊക്കെ രഹസ്യമായി പറഞ്ഞു. ഇതിനു മുമ്പ് അജിത് കുമാറിൻ്റെയും അതുപോലെ മലപ്പുറത്തും കാണിക്കുന്ന ഒരു വൃത്തികെട്ട സ്വഭാവങ്ങൾ. അതായത് ഒരാൾ ഒരു വണ്ടി ഓടിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ, ഒരു ബൈക്ക് ഓടിച്ചു കൊണ്ട് പോയി കഴിഞ്ഞാൽ ഹെൽമറ്റ് ഉണ്ടായാലും അവനെ തടയും, ഹെൽമറ്റ് ഇല്ലെങ്കിലും അവനെ തടഞ്ഞിട്ട് അവന് പെറ്റിയടിക്കുന്നതിന് പകരം അവന് FIR ആണ് ചാർത്തുന്നത്. പിന്നെ ഒരാളെ കഞ്ചാവ് കേസിൽ പിടിക്കുകയാണെങ്കിൽ അൻവറൊക്കെ പറയുന്നത്, ഒരാളെയാണ് ഒരു കഞ്ചാവ് കേസിൽ പിടിക്കുന്നെങ്കിൽ ഒരു 25 പേരിൽ അതങ്ങിടും. എന്ന് പറഞ്ഞാൽ മുഴുവനും മലബാർ മുഴുവനും അത് കേസുകളും അതുപോലെ വൃത്തികെട്ട ആൾക്കാരുമാണ് താമസിക്കുന്നത്. കാരണം മുസ്ലിങ്ങളാണല്ലോ അവിടെ ഉള്ളത് എന്ന് ആക്കി തീർക്കുക. എന്നിട്ട് അതിൻ്റെ കണക്കുകൾ മുഴുവനും അൻവർ പറയുന്നത് അത് കേന്ദ്രത്തിലേക്ക് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്നും കൊണ്ട് അപ്പം ഇത്രയും വൃത്തികെട്ടമാന്മാരാണോ എന്ന് ഈ ലോകത്തെ അറിയിപ്പിക്കുകയും അതിൻ്റെതായ നിലയിൽ പിന്നെ ഇത് ജനങ്ങളിത് അറിയുകയും ഇവർ വൃത്തികെട്ടവരാണെന്ന് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ തലയിലൊക്കെ ഇവന്മാർ ഒരുപാട് പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇതുപോലെ ADGP-യെ പോലെ ഉള്ള അവന്മാരെ RSS തന്നെ ഇതിൻ്റെ മുന്നിൽ കളിക്കുന്നു എന്നാണ് അൻവർ പറയുന്നത്. അവർ മുഖാന്തരമാണ് ഇതൊക്കെ ചെയ്യുന്നതാണെന്ന് അൻവർ പറയുന്നത്. അങ്ങനെ പിന്നെ അൻവർ പറയുന്നതാണോ സത്യം, അതോ നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതാണോ സത്യം എന്നുള്ളത് ഒരാളുടെ സംസാരത്തിൽ നിന്നും കൃത്യമായി നമുക്കറിയാം. ഒരാളെ സംസാരത്തിൽ നിന്നും കൃത്യമായി നമുക്കറിയാവുന്ന കാര്യമാണ്. ഏതൊരു വ്യക്തിക്കും ഏതൊരു മനുഷ്യനും അറിയാവുന്ന കാര്യമുള്ളൂ. ഒരു മനുഷ്യൻ സത്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് നമുക്കത് സത്യമാണെങ്കിൽ നേരത്തെ തന്നെ ഈ പ്രപഞ്ച സത്യത്തിൽ അത് സത്യമെന്ന് തിരിച്ചറിയാം. അതേസമയം സത്യം പറഞ്ഞവനെ തിരിച്ച് കള്ളനാക്കുന്ന ആ നടപടിയും നമുക്ക് തിരിച്ച് നല്ലതുപോലെ അറിയാം. നമ്മൾ പൊട്ടന്മാരാണെന്നൊന്നും വിചാരിക്കണ്ട. കേരളത്തിലെ ജനങ്ങളെ, നിങ്ങൾ വലിയ ബുദ്ധിമാന്മാരാണ്. കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരാണെന്നൊന്നും വിചാരിക്കണ്ട. അൻവർ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാ സഹോദരങ്ങളും, എല്ലാ ജാതിക്കാരും എല്ലാവരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഒരു മതത്തിനെയും കുറ്റം പറയാനും ഒരു മതത്തെ അവഹേളിക്കുവാനും
പറഞ്ഞിട്ട് എല്ലാം നമ്മളെ സഹോദരങ്ങൾ തന്നെയാണ്. ഒരു മതത്തിന്റെ ഒരു അമ്പലത്തിലും ഒരു മണ്ണ് പോലും എടുത്തെറിയരുതെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഒരു മുസ്ലിമാൻ എന്ന് പറയുന്നത്. അതേസമയത്ത് അങ്ങനെയല്ല. മറ്റുള്ളവരെ ഏതാനും കുറെ ആൾക്കാർക്ക് മാത്രം മുകളിലിരുന്ന് ഭരിക്കുവാൻ വേണ്ടി, മുകളിലിരുന്ന് ഭരിച്ച് ബലാസംഗങ്ങളായിരുന്നാലും ഏത് തെമ്മാടിത്തരങ്ങൾ വായിച്ച് ആജ്ഞാപിച്ച് ഭരിച്ച് സുഖിച്ച് വിലസിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതാണെന്ന് നമുക്കറിയാം. അതിന് കൂട്ടുനിൽക്കുന്നവരും അവരെയും തിരിച്ചറിയാൻ തീർച്ചയായും കഴിയുന്നതാണ്. അത് പ്രപഞ്ച സത്യം. അത് തിരിച്ചറിയാൻ കഴിയും, ഏതൊരു വ്യക്തിയും തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് തന്നെ അറിയാൻ കഴിഞ്ഞത്. അത് തന്നെയാണ്. കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കൂടെ ഇപ്പോൾ ആരും ഇല്ല. കാരണം സത്യം മുഖ്യമന്ത്രിയാണോ പറയുന്നത് അതോ അൻവറാണോ പറയുന്നതെന്ന് ജനങ്ങൾക്കറിയാം. അത് അൻവറിന്റെ ഭാഗത്ത് തന്നെയാണ് ശരി. നിങ്ങൾ കൂട്ടാൻ പറഞ്ഞു തീർന്നപ്പോൾ നിങ്ങളൊക്കെ എത്ര നാൾ കൊണ്ട് അൻവർ പറയുന്നു. പക്ഷെ നിങ്ങൾ അൻവറിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ DGP ഒരിക്കലും ഒഴിവാക്കരുത്. അവനെ അങ്ങ് മടിയിൽ വെച്ചോ. പാല് വേണമെങ്കിൽ തരാം, പാല് അവന് കൊടുക്കാന് പാല് തരാം. RSSകാരന് ബന്ധം എന്തിനാണെന്ന് നമുക്കറിയാം. RSSകാരന് കൂടി അവൻ ഇടയ്ക്കിടയ്ക്ക് പോയി ബന്ധപ്പെടുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാം. ഇതിനു മുമ്പ് വരുന്ന സെൽകുമാർ പലവരും RSSുമായി ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് RSS വഴി DGP വരെ ഈ പോലീസ് സ്റ്റേഷനിൽ മുഴുവനും RSSന്റെ ബന്ധമാണെന്ന് എത്രയോ രാഷ്ട്രീയ പാർട്ടിക്കാർ പറഞ്ഞിരിക്കുന്നു. എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, CPMന്റെയും CPIയുടെയും പാർട്ടിക്കാർ പറഞ്ഞിരിക്കുന്നു. അവർക്ക് പോലീസ് സ്റ്റേഷനിലൊന്നും കയറി ചെല്ലാൻ കഴിയുന്നില്ല. കാരണം ഈ RSSന്റെ നേതൃത്വത്തിലുള്ള ഭരണമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ മുഴുവനും നടക്കുന്നത്. പോലീസുകാർ തന്നെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. അവരെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോ ഒരു കോൺഗ്രസ്സുകാരനോ സാധാരണപ്പെട്ട ഒരു മനുഷ്യനോ എന്ന് അവിടെ പറയാൻ കഴിയുന്നില്ല കംപ്ലൈന്റ്. കാരണം ഇവരെ വർഗീകരണമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് ഈ ലോകത്ത് അപ്പൊ അതിന്റെ പിടിയിൽ നിന്നും ഈ മനുഷ്യരെ എല്ലാം നല്ല നിലയിൽ കൊണ്ടുവന്ന് എത്തിക്കണമെങ്കിൽ ഈ അൻവറിന്റെ കൂടെ ഈ ജനങ്ങൾ മുഴുവൻ നിന്നെങ്കിൽ അല്ലാതെ സാധ്യമല്ല എന്നുള്ളത്. അല്ലെങ്കിൽ ഈ കരികള്ളന്മാരുടെ കൂടെയാണ് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മുഴുവൻ ഈ വരാൻ പോണത് പറഞ്ഞ ഈ വർഗീയ കലാപം നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ചെറുതൊന്നുമല്ല. വർഗീയ കലാപം എന്ന് പറയുന്നത് പിരിഞ്ഞു പോകുന്ന മക്കൾ എങ്ങോട്ടാ ഓടിപ്പോയി, കുഞ്ഞു പൈതങ്ങൾ എങ്ങോട്ട് ഓടിപ്പോയി, തിരിച്ചു വരാത്തവരെവിടെയാണ്, മരിച്ചുപോയവരെവിടെയാണ്, നമ്മൾ കിടന്നുറങ്ങുന്നവരെയാണ്, ഭയങ്ങളും വേവലാതികളും അത് അനുഭവിക്കുന്നതിന് മാത്രമേ അറിയാനൊക്കൂ വർഗീയ കലാപങ്ങൾ. അങ്ങനെ ഇറങ്ങി വരുന്ന ഈ പിശാചിൻ്റെയൊക്കെ മുമ്പിലോട്ട് വീഴാതിരിക്കുവാൻ, ഇനി വരുന്ന നമ്മളെയൊക്കെ മക്കളെ തലമുറകൾ സ്വസ്ഥമായി ഈ നാട്ടിൽ ജീവിക്കുവാൻ, നല്ലതുപോലെ ജീവിച്ചു പോവാൻ നിങ്ങളെല്ലാവരും ഈ സത്യമെന്ന് പറയുന്ന ആ വ്യക്തിയുടെ കീഴിൽ തന്നെ അടിയുറയ്ക്കുക. പാവങ്ങൾ അടിയുറച്ച് തന്നെ നിൽക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യം, ഈ നാട്ടിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാപാലികന്മാരെ അടിമത്തത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവരാജ്ഞാപിക്കും. നമ്മൾ തറയിൽ ഇവന്റെയൊക്കെ കാലിന് കീഴിൽ കടന്ന് ശവവെള്ളങ്ങൾ കൂടും. യൗമാര് സമ്പത്തുകൾ മുഴുവനും യൗമാരെ കൈക്കുള്ളിലാവും. അധികാരങ്ങൾ മുഴുവനും യൗമാരെ കയ്യിലിരുന്നവന്മാര് താണ്ഡവമാടും. നമ്മൾ പുഴുവിനെ പോലെയാവും. അതൊക്കെ തന്നെയാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നടക്കുന്നത്. നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? യൗമാരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എതിര് ചെന്ന് കഴിഞ്ഞാൽ വീട് വരെ യൗമാര് JCBക്ക് ഇടിച്ച് പൊളിച്ചെല്ലാം റെഡിയാക്കി കയ്യിൽ തരും. ഇല്ലെങ്കിൽ കാലാകാലം ജയിലറകൾ. ഇതൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെ തടയിടുക. ഒക്കുന്ന എല്ലാ മനുഷ്യനും നല്ല സ്വസ്ഥതയോടും സമാധാനത്തോടും നല്ലൊരു നാളേക്ക് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് ആരെ കൂടെ നിൽക്കണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നല്ലതുപോലെ നിൽക്കുക. എന്തായിരുന്നാലും ശരി തന്നെ ഞാൻ അത് അൻവറിന്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഒരു വ്യക്തി, ഞാനൊരു യൂട്യൂബ് കാണുമ്പോൾ തന്നെ, യൂട്യൂബിലെ വാർത്ത കേൾക്കുമ്പോൾ തന്നെ എനിക്ക് കാൽപ്പാകം കേട്ടാൽ മതി അവന്റെ പുള്ളും ഇദ്ദേഹം ഇനി എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ തലയ്ക്ക് അത് കഴിയും. അതൊരു ടൈക്കോളജിയാണ്. അപ്പം ഇവിടെ ആര് കള്ളം പറയുന്നു, ആര് സത്യങ്ങൾ പറയുന്നു, സത്യം പറയുന്നതിനെ പൂട്ടാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളും അൻവറിന്റെ കൈയും കാലും വെട്ടി ചാലിയിൽ ആറ്റിലൊഴുക്കുവാനാണ് ഇവർക്ക് തുനിയുന്നത്. കൊള്ളാം. ഒരു ആരോപണം പറഞ്ഞാൽ അവന്റെ കൈയും കാലും വെട്ടുക നല്ല. അപ്പൊ അതിൽ തന്നെ പറയാം, നിങ്ങൾക്കുള്ള സംസ്കാരം എത്ര വലുതാണെന്ന്. അതിൽ തന്നെ ഒരു കുറ്റം
ആ സ്വന്തം പാർട്ടിക്ക് നിന്നും കൊണ്ട് അതിൽ നിന്നും കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർ പറയുന്നത് മാത്രമല്ല ഒന്നും തിരിച്ച് പറഞ്ഞുകൂടാ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാലും കൈ വിടാം. അപ്പം അതാണ് ഇവരെ സംസ്കാരം. മേളിൽ നിന്നും പറയും, താഴെയുള്ളത് അനുസരിച്ചുകൊള്ളുക. അല്ലാതെ ഇവർക്ക് യാതൊരു ഇതുമില്ല. ഇവിടെ പറയാനുള്ള ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഇല്ല. ആ നിലയിലാണ് നമ്മളെയൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ശരിയെന്നാ അടുത്ത വീഡിയോയിൽ എന്തായിരുന്നാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. Sound the alarm. I'm coming up. We'll have a ball. I'm sweet like a buttercup. You're